ഫയൽ അദാലത്തിൽ തുടർ നടപടികൾ തീരുമാനിച്ച മന്ത്രിസഭ അദാലത്തിന്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഫയൽ അദാലത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഫയൽ അദാലത്ത് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. എല്ലാ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുക. ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ മന്ത്രിസഭ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ്. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നീണ്ടുനിന്ന 2 മാസക്കാലമാണ് ഫയൽ അദാലത്ത് നടത്തിയത്. ലക്ഷ്യമിട്ടിരുന്നത് 60% ഫയലുകൾ തീർപ്പാക്കുക എന്നതായിരുന്നു. എന്നാൽ 58.65% ഫയലുകൾ മാത്രമാണ് തീർപ്പാക്കാനായത്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർപ്പാക്കുന്നതിലാണ് ഇപ്പോഴും സർക്കാർ വകുപ്പുകൾക്ക് വൈഷമ്യം നേരിടുന്നത്. എങ്കിലും ഫയൽ അദാലത്ത് അവസാനിച്ചെങ്കിലും തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കണം സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15ഓളം കർമ്മ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയലുകൾ തീർപ്പാക്കുന്ന പുരോഗതി സംബന്ധിച്ച കാര്യങ്ങൾ അന്തിമ റിപ്പോർട്ടായി ഈ ഫയൽ അദാലത്ത് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുക എന്നതാണ്. അത് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വായിക്കാവുന്ന തരത്തിലായിരിക്കും അതിൻ്റെ പ്രസിദ്ധീകരണം. ഇതോടൊപ്പം തന്നെ ഫയൽ അദാലത്തുകളുമായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പിനും നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു. ഈ നോഡൽ ഓഫീസർമാർ ഫയൽ അദാലത്ത് കഴിഞ്ഞെങ്കിലും തുടരും. ഇനി തീർക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഫയലുകൾ സംബന്ധിച്ച വിവരങ്ങളും മറ്റും ഓരോ സെക്ഷനും ഓരോ വകുപ്പും അനുസരിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി പോകണം എന്നുമാണ് ഫയൽ അദാലത്ത് തുടർ നടപടികളുടെ ഭാഗമായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കുന്ന നടപടി ശക്തമായി തുടരാനാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ഫയൽ അദാലത്തിന് തുടർ നടപടികൾ തീരുമാനിച്ചിരിക്കുന്നു മന്ത്രിസഭ. അദാലത്തിന്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ആർ ശ്രീജിത്ത് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.